ഹായ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇത് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് BTC/USD ട്രേഡ് നോക്കാം. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു മുകളിലേക്ക് ഒരു ട്രേഡ് നോക്കാം. അതൊരു സ്കാൽപ്പിംഗ് പോലെ ചെറിയ ടാർജറ്റും ചെറിയ എസ് എല്ലും നോർമലി അറിയാലോ. നമ്മൾ BTC ട്രേഡ് ചെയ്യുമ്പോൾ 1:10 റേഞ്ചിലൊക്കെയാണ് ചെയ്യുക. ഇതിൽ ഞാൻ ലിമിറ്റ് ഓർഡറിലാണ് ഇപ്പോൾ ഓർഡർ കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ ഈ ഡെൽറ്റ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിലധികം ഇരിക്കാൻ പറ്റിയില്ല. ഫുള്ള് നമ്മുടെ ഈ മാസം നല്ല ബിസി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയാം. ആദ്യം നമുക്ക് ലിമിറ്റ് ഓർഡറിൽ നമ്മൾ ഓർഡർ വാല്യൂ കൊടുക്കാം. നമ്മൾ 94,340 ആകുന്ന സമയത്ത് ബൈ ചെയ്യാൻ ലിമിറ്റ് പ്രൈസിലാണ് കൊടുക്കുന്നത്. ലിമിറ്റ് പ്രൈസിൽ കൊടുത്താലുള്ള ഗുണം എന്താണെന്ന് അറിയാലോ. നമുക്കെന്താ ബ്രോക്കറേജ് കുറച്ച് കുറവായിരിക്കും. ഇതിന് വേണ്ട ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ $37 ട്രേഡ് വേണ്ടത്. കാരണം 100 ടൈംസ് ലിവറേജ് എടുത്തിട്ടാണ് ചെയ്യണം. നോർമലി ഈ 5,000 ഞാൻ ആഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ എൻ്റെ 20,000 25,000 ഞാൻ ക്യാപിറ്റലായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ 5,000 ആഡ് ചെയ്തിട്ട് അതിൽ വരുന്ന പ്രോഫിറ്റ് ലോസ് വരികയാണെങ്കിൽ പ്രൈസ് കുറയുകയാണെങ്കിൽ പിന്നെ ആഡ് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, നമ്മുടെ ഓർഡറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. 94,350 എത്തിയിട്ടുണ്ട്. 340 നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അപ്പോൾ ലിമിറ്റ് പ്രൈസിൽ മാർക്കറ്റ് അവിടെ എത്തുമ്പോൾ നമ്മുടെ ഓർഡർ ഹിറ്റാവും. ഓർഡർ ഹിറ്റായ സമയത്ത് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റ് കൊടുക്കണം കേട്ടോ. ചെറിയ എസ് ചെറിയ ടാർജറ്റ് തന്നെയാണ്. അത് 1:2 ഒക്കെ 1:2 കൊടുത്തിട്ടൊന്നും ഇതിൽ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഓർഡർ വാല്യൂയിലേക്ക് വന്നിട്ട് നമുക്ക് നോക്കാം. അവിടെ പോയിട്ട് നമ്മുടെ ഓർഡർ ഹിറ്റ് ആയിട്ടുണ്ട്. ഓർഡർ ഹിറ്റ് ആകുന്ന സമയത്ത് ഇവിടെ അങ്ങനെ കാണാം. നേരത്തെ ഓർഡർ പെൻഡിങ് ഉള്ള സമയത്ത് അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓർഡർ ഹിറ്റ് ആയ സമയത്ത് അവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കാണിക്കും. ഇവിടെ നമുക്ക് താഴെ പോയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ട്രേഡ് എടുത്തുടനെ ചെയ്യേണ്ട കാര്യം 94,235 സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. അതായത് $4 ആയിരിക്കും ഈ ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ എനിക്ക് ലോസ് വരിക. ഇനി ടാർജറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് 94,585 ഒരു $9 $10 അടുത്ത് അതായിരിക്കും നമ്മുടെ പ്ലാന്. അപ്പോൾ മാക്സിമം ഇപ്പോൾ ലോസിലാണ്. $1 ലോസാണ് ഇവിടെ കാണാം. PNL നിങ്ങൾക്ക് കാണാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓർഡറും കാണാം. അവിടെ മുകളിൽ ടാർജറ്റ് ഓർഡറും കാണാം. അത് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റൊക്കെ മൂവ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും. പിന്നെ നമ്മളെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കാണാം പ്രോഫിറ്റ് ആൻഡ് ലോസൊക്കെ കാണാം. നമുക്ക് പിന്നെ ടോപ്പിൽ നമുക്ക് കോർണറിൽ നമുക്ക് ഇന്ത്യൻ മണിയിലും കാണാം കേട്ടോ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡറും ടാർജറ്റ് ഓർഡറൊക്കെ നമുക്ക് ഈസിയാണ് മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ. ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി ആ SL ഓർഡറൊക്കെ. ഇവിടെയാണ് ഇപ്പോൾ നമ്മുടെ എൻട്രി പ്ലാൻ എന്ന് പറഞ്ഞാൽ എൻട്രി ഇപ്പോൾ താഴേക്ക് വന്നത് എൻട്രി എടുത്തതിന് ശേഷം താഴേക്കാണ് ഇപ്പോൾ മാർക്കറ്റ് വരുന്നത്. ചെറിയ ലോസിലാണ്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:31 നമ്മൾ ചെറിയ താഴേക്ക് വന്നു. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അപ്പോൾ ചെറിയ പ്രോഫിറ്റിലാണ്. $3 പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞു നമ്മുടെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഞാൻ ഓപ്പൺ ചെയ്തതിന് ശേഷം തീരെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ആദ്യം ഒരു $500 ഇട്ട് ട്രേഡ് ചെയ്തു. അതിലൊരു 3-4 ട്രേഡ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 10% പ്രോഫിറ്റിലായ സമയത്ത് ഞാനൊരു 5,000 ഇട്ടത്. 5,000 ഇടാൻ കാരണം എന്താ വെച്ചാൽ മിനിമം എൻ്റെ ക്യാപിറ്റൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 25,000 ആണ്. എന്നിട്ട് അതിൽ 100 ടൈംസ് ലിവറേജ് എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ 25,000 ആഡ് ചെയ്തിട്ട് 25 ടൈംസ് ലിവറേജ് എടുത്ത് ചെയ്താലും മതി. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ തൽക്കാലം ഫോളോ ചെയ്യാൻ വിചാരിക്കുന്നത്. 5,000 നമുക്ക് പ്രോഫിറ്റ് കുറഞ്ഞ് ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ ലോസ് അടിച്ച് ഒരു 2-3 ട്രേഡും കൂടി ലോസ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഫണ്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇൻ കേസ് പ്രോഫിറ്റിലായാലും കുഴപ്പമില്ല. പ്രോഫിറ്റിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫണ്ട് വിഡ്രോ ചെയ്യാം. 2 ഓപ്ഷനാണുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ ടാർജറ്റാണ് 243 പോയിൻറ്റ്സ് ഉള്ള ആകെ. വലിയ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മുകളിൽ സിംഗ് ഹൈ ഇവിടെ ഒക്കെ ഉണ്ട്. 636 പോയിൻറ്റിലുണ്ട്. പക്ഷേ നമ്മൾ തൊട്ടടുത്ത സിംഗ് ഹൈകൾ ഇറങ്ങിയായിരിക്കും ഇപ്പോൾ തൽക്കാലം നല്ലത്. ഏറ്റവും വലിയ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നിയറസ്റ്റ് ആയിട്ടുള്ളൊരു സിംഗ് ഹൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിലുണ്ട് 2,000 പോയിൻറ്റ്സ്. പക്ഷേ മാർക്കറ്റ് BTCയിൽ കണ്ടാലറിയാം ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ലിക്വിഡിറ്റി ഏരിയ അങ്ങോട്ടെടുത്ത് അങ്ങനെ ഒരു 4-5 പ്രാവശ്യം എടുത്തതിന് ശേഷമാണ് ഒരു നല്ല മൊമെൻറ്റം തരിക. അപ്പോൾ ചെറിയ മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാം നമുക്ക് തൽക്കാലം. നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ട്രേഡ് എടുക്കാം. നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഒന്ന് ചെറുതായിട്ട് മോഡിഫൈ ചെയ്തിട്ട് ആ ഒരു ലോയിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ $4 ഒരു $3 സ്റ്റോപ്പ് ലോസ് ഒതുങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. SL ആണോ ടാർജറ്റ് ആണോ നമുക്ക് നോക്കാം. സമയം 2:20 ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ ലോസിലായിരുന്നു. പിന്നെ ഇപ്പോൾ പ്രോഫിറ്റിലേക്ക് വന്ന് SL അടിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് ഓൾമോസ്റ്റ് $5 ഇപ്പോൾ പ്രോഫിറ്റിലാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രോഫിറ്റ്. അതുപോലെ ഇന്ത്യൻ മണി ഇവിടെ കാണാൻ നിങ്ങൾക്ക് 4,000 സംതിങ് ആയിരുന്നു നമുക്ക് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത്. 5,000 സംതിങ് ആയിട്ടുണ്ട്. അത് നമുക്ക് മാക്സിമം ഒരു $10 റേഞ്ചിലൊക്കെയാണ് ടാർജറ്റ് വരിക. SL വരികയാണ് $3 റേഞ്ചിലാണ് വരിക. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ എന്താ പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ സ്കാൽപ്പിംഗ് ഒന്നും ഇതിൽ ചെയ്യാതിരിക്കുക നല്ലത്. കാരണം ഇതിൽ എന്താ പറയുക 24/7 മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ്. 24 മണിക്കൂറും 7 ദിവസം ട്രേഡ് ഉണ്ട്. നമുക്ക് ഈസിയാണ് കാര്യങ്ങളൊക്കെ. വർക്ക് ചെയ്യുന്നവർക്കും ചെയ്യാം. അത് ബ്രോക്കറേജ് നമുക്കൊരു ഞാൻ ഇപ്പോൾ 40 ലോട്ടാണ് ഇതിലെടുത്തത്. ഈ $0.80 അതായത് ഒരു $80.80 ഇപ്പോൾ ട്രേഡിന് വരുന്നത്. ഇതിൽ അത് ലിമിറ്റ് ഓർഡർ കൊടുത്തതിനെ കൊണ്ടാണ്. ഇനി മാർക്കറ്റ് ഓർഡർ കൊടുത്തത് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനും കൂടും.
അതിന് കൂടെ വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു $2 വരും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം മാർക്കറ്റ് ഡോളറിൽ. ഇനിയിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിലും ടാർഗറ്റ് അടിക്കുകയാണെങ്കിലും നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം, എൻ്റെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ട്രേഡ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ 5,000 സംതിങ് ഇട്ട് എന്നല്ലാതെ അതിൽ എൻ്റെ 2 SL അടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 4,000 സംതിങ് ആണ് എൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഇനി നമുക്ക് ലോസ് 1-2 ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീണ്ടും ഒരു 5,000 ആഡ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ എപ്പോഴും മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ബ്രോക്കറേജ് എന്ന് പറഞ്ഞതിൽ അത്യാവശ്യം ബ്രോക്കറേജ് ഉണ്ട്. ബ്രോക്കറേജ് നമുക്ക് ഈ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നതിനോട് വലിയ കാര്യമില്ല. ഇതിൽ മിനിമം നമ്മളൊരു ഞാൻ എൻ്റെ പ്രീവിയസ്ലി എനിക്ക് SL അടിച്ച ട്രേഡ്സൊക്കെ 1:20 വരെയൊക്കെ ടാർഗറ്റ് വെച്ച ട്രേഡ്. അതിൽ 1:4-5 ഒക്കെ പോയതിനു ശേഷമാണ് SL അടിച്ചത്. പക്ഷേ വലിയ ടാർഗറ്റ് ഇത് 1:1 ചെറിയൊരു സ്കാൽപ്പിംഗ് പോലെ. സ്കാൽപ്പിങ്ങിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ 15 മിനിറ്റ് കൊണ്ട് ടാർഗറ്റ് SL അടിച്ചു കഴിഞ്ഞാൽ അതിന് ബ്രോക്കറേജ് കൊടുക്കേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. പക്ഷേ ഇത് 15 മിനിറ്റ് അല്ല, 1 മണിക്കൂറിലേറെയായി ട്രേഡ് എടുത്തിട്ടില്ലേ, സമയം എടുത്തു പോയി. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ, ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബിറ്റ് കോയിലൊക്കെ നല്ല വോളിയം കാര്യങ്ങളൊക്കെ ഉള്ള ട്രേഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എന്താ വെച്ചാൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ടൈം കിട്ടാത്തവർക്ക് ഇതിൽ ചെയ്യാനൊക്കെ ഈസിയാണ്. പക്ഷേ ഇതിലെന്താ വെച്ചാൽ ചെറിയ പൈസ കൊണ്ട് തന്നെ വലിയ ട്രേഡ് ചെയ്യാം നമുക്ക്. അതുകൊണ്ട് തന്നെ ബ്രോക്കറേജും കൂടാതെ തന്നെ പെട്ടെന്ന് ക്യാപിറ്റൽ തീരാനും ചാൻസ് ഉണ്ട്, അതുപോലെ ക്യാപിറ്റൽ ഡബിൾ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണതിൽ നല്ല ഡിസിപ്ലിൻ വേണം. നല്ല ഡിസിപ്ലിൻ വേണം, നല്ലൊരു സ്ട്രാറ്റജി വേണം, ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പം നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്താ പറയുക ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഒരു 2 മിനിറ്റ് കൊണ്ട് പരിപാടി ചെയ്യും. ഇനി ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ്. അത് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണത്. പൈസയൊന്നും വേണ്ട, ഫ്രീ ആണ്. എൻ്റെ ആ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% നിങ്ങളുടെ ബ്രോക്കറേജിൽ 2 months ഡിസ്കൗണ്ടും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്നുള്ളത്. ഓക്കെ, അപ്പം താല്പര്യമുള്ള ആളുകൾ ജസ്റ്റ് എന്താ പറയുക ഓപ്പൺ ചെയ്യുക. ലിങ്ക് വെച്ചിട്ട് ആ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർ, ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. പിന്നെ എപ്പോഴും ഫണ്ടൊന്നും അധികം ആഡ് ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയണം. ആദ്യം ഞാനിപ്പോൾ ചെയ്തത് 500 രൂപ ആദ്യം ഇട്ട് നോക്കി. അതിൽ എനിക്ക് 10% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എൻ്റെ സ്ട്രാറ്റജി വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എമൗണ്ട് ആഡ് ചെയ്തത്. ഇനി ഇതിലും ഞാൻ മെല്ലെ ചെറുതായിട്ട് ഇതിൽ എനിക്ക് സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ ഞാനിതിൽ ചെറിയ പ്രോഫിറ്റബിൾ ആവണം. ഈ എമൗണ്ട് വെച്ചിട്ട് ഞാൻ പ്രോഫിറ്റബിൾ ആയാൽ മാത്രമേ ഞാനിതും സ്കെയിലപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ചെറിയ എമൗണ്ട് വെച്ച് ചെയ്ത് അങ്ങനെ പോവുള്ളൂ. ഞാൻ എപ്പോഴും ട്രേഡിങ് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ സമീപിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ എൻ്റെ ലിങ്ക് വെച്ച് ക്ലിക്ക് ചെയ്ത ആളുകൾക്കൊക്കെ ഞാനിതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ സമയം കിട്ടില്ല. ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ബിസിയായിരുന്നു ഈ മാസം. ഒരുപാട് തിരക്കുള്ളത് കാരണം ഞാൻ ഏതായാലും ജനുവരി 1st വീക്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യും. അപ്പോൾ എൻ്റെ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തവർക്കൊക്കെ ഞാൻ അതിൻ്റെ റെക്കോർഡ് വീഡിയോസ് ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്തവർക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഓരോ പേര് സേവ് ചെയ്തിട്ട് ഇതിൻ്റെ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെ ട്രേഡ് എടുക്കാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ A to Z കാര്യങ്ങൾ വെച്ച് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരേണ്ടതാണ്. ഓക്കെ, എനിവേ നമുക്ക് ഏതായാലും ട്രേഡിൽ എന്തായെന്നുള്ളത് നോക്കാം. ഇതുവരെ ടാർഗറ്റ് അടിച്ചില്ല, SL അടിച്ചിട്ടില്ല. സമയം 3:25 നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എൻട്രി മീൻസ് ടാർഗറ്റ് ഏരിയ എത്തിയിട്ടുണ്ട്. നമുക്ക് എക്സിറ്റ് ചെയ്യാം. ടാർഗറ്റിൽ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടില്ല, ഞാനൊന്നും അവിടെ വെയിറ്റ് ചെയ്തതാണ്. ജസ്റ്റ് നമുക്ക് എന്താണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്രൈസ് എന്ത് ചെയ്യാം, കുറച്ച് മേലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. ഓൾറെഡി നമ്മൾ 9 പോയിൻ്റ്, അതായത് നിയർലി $10 അടുത്ത് പ്രോഫിറ്റിലാണ് എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ. ഇപ്പോൾ ഓൾറെഡി നമുക്ക് $11.56 ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് പോവുകയാണെങ്കിൽ മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ട്രെയിൽ ചെയ്ത് പോകുമായിരിക്കും നന്നാവുക. കാരണം നമ്മളൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് വരാനും ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളെ ക്യാപിറ്റൽ 5,500 റേഞ്ചിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങിയ അതേ ക്യാപിറ്റൽ തന്നെ, മീൻസ് നമ്മൾ 5,000 ആഡ് ചെയ്തതിന് ശേഷം 2 SL അടിച്ചത്. പിന്നെ ഇപ്പോൾ ചെറിയൊരു ടാർഗറ്റ് അടിച്ചപ്പോഴേക്കും നമ്മൾ ആ ഒരു കോസ്റ്റ് പ്രൈസ് എത്തി. കാരണം നമ്മൾ വലിയ ടാർഗറ്റൊന്നും അല്ല അടിച്ചത്. വലിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1:20 ഒക്കെ ഉള്ള ട്രേഡ്സ്, അതൊക്കെ 1:1-2 റേഞ്ചിലെ മാക്സിമം ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റ് കൺസോളിഡേഷൻ സ്റ്റേജിലായതുകൊണ്ട് ഞാൻ വലിയ ടാർഗറ്റ് വെച്ചിട്ടില്ല. നമ്മുടെ എൻട്രി പ്രൈസ് ഇവിടെ $11 ഇപ്പോൾ പ്രോഫിറ്റിലാണ്. അപ്പോൾ നോക്കാം, അതിലിപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് താഴെ ഇറങ്ങിയപ്പോൾ നമ്മുടെ കോസ്റ്റ് മീൻസ് ആ ഒരു ട്രെയിലിംഗ് SL ഹിറ്റ് ആയിക്കോളും. എന്നാലും $11 പ്രോഫിറ്റ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഞാനത് ലിമിറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പം 94,620 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഓർഡർ ക്യാൻസൽ ചെയ്ത് ലിമിറ്റ് പ്രൈസിൽ കൊടുക്കാം. നമുക്ക് $0.8 തന്നെ വരുള്ളൂ. എന്നാൽ നേരെ മറിച്ച് ഞാനിപ്പം ട്രിഗർ പെൻഡിങ്ങിൽ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മീൻസ് മാർക്കറ്റ് പ്രൈസിലായിരിക്കും അങ്ങനെ എക്സിറ്റ് ആവുകയാണെങ്കിൽ എക്സിറ്റ് ആവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്
മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യുന്നതിന് ചാർജ് വരും. ഞാൻ പറഞ്ഞു ലിമിറ്റ് പ്രൈസിൽ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു ട്രേഡിൽ $0.80 ചാർജ് വന്നത്. അത് മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് $2 ചാർജ് വരും. അപ്പോൾ ശരിക്കും ഈ ഒരു ട്രേഡിൽ $2.8 ചാർജ് വരും സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ക്രിപ്റ്റോയിലൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ നല്ല ലിവറേജും ഉണ്ട്. അപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ മിനിമം 1:1 നിൽക്കരുത്. അതായത് ചെറിയ സ്കാൽപ്പിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. മിനിമം ട്രേഡ് എന്ന് പറഞ്ഞാൽ 1:10, 5 അങ്ങനത്തെ റേഞ്ചിലെ ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ നല്ല ട്രേഡ്, നല്ല പ്രോഫിറ്റ് മീൻസ് ക്യാപിറ്റൽ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ശ്രദ്ധിക്കണം ഇതിൽ ചെയ്യുമ്പോൾ മറ്റുള്ളതിനെ മീൻസ് പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ ഓപ്ഷൻസിലൊക്കെ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചൊരു ബെറ്ററുള്ള കാര്യം എന്താ വെച്ചാൽ തീറ്റ കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് മൂവ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ടാർഗറ്റും SL സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഒരു സുഖം ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഓർഡർ അവിടെ ഹിറ്റായിട്ട് നമ്മുടെ ട്രെയിലിംഗ് SL ഹിറ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഓർഡർ ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം എത്രയാണ് ഇതിൻ്റെ ചാർജ് വന്നുണ്ടോ. അവിടെ കാണാം നമുക്ക് ഒരു $2 ഇതിന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് വന്നത്. മറ്റേ ഓർഡർ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി ചെയ്യുന്നത്. $0.8 $2. അപ്പോൾ $2.8 ഈ ട്രേഡിന് വന്നത് ചാർജ്. നമുക്ക് ഓൾറെഡി നമ്മുടെ ക്യാപിറ്റൽ 5,000 അതായത് നിയർലി നമ്മളെ ആ ഒരു റേഞ്ചിൽ തന്നെ എത്തിയിട്ടുണ്ട്. 4,000 സംതിങ് ആയിരുന്നു ഈ ട്രേഡിൽ ഉണ്ടായിരുന്നത്. നിയർലി 1,000 രൂപീസിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇത്രയേ ഉള്ളൂ. എനിവേ നമുക്ക് ഇനി ഡീറ്റെയിൽഡ് വീഡിയോ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്താ പറയുക ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു മൊമെൻറ്റം തരുള്ളൂ. അപ്പോൾ കൺസോൾട്ടേഷൻ സ്റ്റേജിൽ മാത്രമേ ഇങ്ങനെ സ്കാൽപ്പ് ചെയ്യുള്ളൂ, ചെറിയ ട്രേഡ് ചെയ്യുള്ളൂ. പിന്നീട് നമുക്ക് വലിയ ലെങ്ത്തുള്ള ടാർഗറ്റ് വെച്ചിട്ടാണ് ചെയ്യുക. പിന്നെ ഇതിൽ സ്കാൽപ്പിങ്ങിന് ഇതിനൊരു ഗുണമുണ്ട്. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എൻട്രി എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന് ബ്രോക്കറേജ് കൊടുക്കണ്ട, ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ലൈവ് ട്രേഡിൽ കാണാം. താങ്ക് യു, ബൈ.